വള വളരെ നല്ലൊരു ചിത്രമാണ്. കാരണം ഞാനും ഇപ്പം വള കഴിഞ്ഞ് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. പേര് സൂചിപ്പിക്കുന്ന പോലെ പേര് എളുപ്പമുള്ളൊരു പേരാണല്ലോ. പക്ഷേ വള എന്നുള്ളൊരു പേര് കൊണ്ട് അത് പല കുടുംബജീവിതത്തിനെയും അതുപോലെ തന്നെ പല സമൂഹത്തിൻ്റെ പല തലങ്ങളിലേക്കും വള എത്തുകയും അതിനെ വെച്ചിട്ടുള്ളൊരു സങ്കീർണമായിട്ടുള്ള ഒരു കഥയാണ് ചിത്രം പറയുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസനെ ഇതുവരെ കരിയറിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രം വളരെ ഗംഭീരമായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ലുക്മാൻ നേരത്തെ തന്നെ ഓരോ റോളുകളിലും ഞെട്ടിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇതിനകത്ത് ഓരോ നിമിഷങ്ങളും മുന്നോട്ട് പോകുമ്പോഴേക്കും ലുക്മാൻ്റെ ഗംഭീര പെർഫോമൻസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഇൻ്റർവൽ ട്വിസ്റ്റ് ആയിക്കോട്ടെ, ധ്യാനുമായിട്ടുള്ള കോമ്പിനേഷനുകളിലൊക്കെ തന്നെ അടിപൊളി രംഗങ്ങളാണ് ലുക്മാനും നൽകുന്നത്, ധ്യാനും നൽകുന്നത്. പിന്നെ ഇത്രയും നാൾ സിനിമകളിൽ വളരെയധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വിജയരാഘവൻ സാറും ശാന്തികൃഷ്ണ മാമും ഇതുവരെ പെയറായിട്ട് അഭിനയിച്ചിട്ടില്ല. അവരുടെ ഒരു പെയറിങ്ങും കൂടി ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ഗോവിന്ദ് ബസന്ത് എല്ലാവർക്കും അറിയാം, ഇന്റർനാഷണലി തന്നെ ഇന്ത്യൻ എന്നൊരു മ്യൂസിക്കിനെ ആ ഒരു രീതിയിലേക്ക് എത്തിച്ച ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം മ്യൂസിക് ഡയറക്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും പാട്ടും അടിപൊളിയാണ്. പിന്നെ ഇത്തവണ വരുന്നവർക്ക് അദ്ദേഹം ഒരു സസ്പെൻസ് റോളിലും കൂടി അഭിനയിക്കുന്നുണ്ട് ഗോവിന്ദ് ഇതിനകത്ത്. മുഹാസിൻ നേരത്തെ കഠിന കഠോരമി അണ്ടകടാഹം എന്ന് പറയുന്ന സിനിമ ചെയ്ത ഡയറക്ടറാണ്. പക്ഷേ അതിൽ നിന്ന് ഈ സിനിമയിലേക്ക് എത്തുമ്പം കുറച്ചും കൂടി ടെക്നിക്കലി ആയിരുന്നാലും അതുപോലെ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള എല്ലാത്തരം പ്രായഭേദമന്യേ എല്ലാത്തരം പേർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ചിത്രമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. വളയ്ക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടാൽ അതൊരിക്കലും നിരാശപ്പെടുത്തില്ല ആരെയും. 100% അക്കാര്യത്തിൽ ഉറപ്പാണ്.